രാവിലെ എണീറ്റ് വേഗം പഴം അങ്ങോട്ട് എടുത്ത് മുണുങ്ങിക്കാൻ ഇരുന്നിട്ടോ. രാത്രി വിശന്നിട്ട് പിന്നെ രാവിലെ അങ്ങനെ ഓണീച്ച് വേഗം തിന്നതായിരുന്നു. കാരണം ഓരോരുത്തർ പറയും രാത്രി ചോറ് തിന്നർത്ത് എന്നിട്ട് ചോറ് നാണ്ട കടന്നിട്ടേ. അങ്ങനെ നട്ടപ്പാതിൽ 1 മണി 2 മണിയപ്പോൾ ഭയങ്കര വിശപ്പിട്ടു. അങ്ങനെ ഏതായാലും ഫ്രിഡ്ജിൽ വത്തൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ തിന്നിട്ടു. പിന്നെ രാവിലെ വേഗം പഴവും ചായയും കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണം നമ്മൾ ഇന്ന് വർക്കിനും ക്ലാസ്സിനും ഒക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ 4 മാങ്ങ ഒരു തന്നതായിരുന്നു. അതിൽ 2 മാങ്ങ ചീഞ്ഞു പോയി. ബാക്കി മാങ്ങ ഇതാക്കണം അതിലുണ്ട് കേട്ടോ. പൗപ്പിക്കാൻ വെച്ചാൽ ചീമക്കൊന്നേ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കേട്ടോ. പിന്നെ ഇതാക്കണം ഇന്ന് ദോശയും കാര്യങ്ങളൊക്കെ തിന്ന് പിന്നെ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ക്ലാസ്സിലൊക്കെ എത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വർക്ക് ഉണ്ടാവും. വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ് കാര്യങ്ങൾ അതുകൊണ്ട് അതെല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഉച്ചക്ക് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ഭയങ്കര ചിലവായിട്ട് ഈ രാവിലെ ഇവിടെ വന്ന് പിന്നെ ഉച്ചക്ക് നമ്മൾ വീട്ടിൽ പോകും. ഉച്ചക്ക് നമുക്ക് സാധാരണ 30 രൂപ കൊടുത്താൽ നമ്മൾക്ക് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് നല്ല ചോറും കറിയും കിട്ടും. അത് നാളെ കുത്തിരുന്നാൽ മതി. ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല, മക്കളെ വീട്ടിലെ സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് അങ്ങനെ ഇപ്പം നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉച്ചൻ്റെ നേരത്തെ ഇവിടെ വന്നിട്ട് മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീണ്ടും പോകണം കേട്ടോ. ഞാനും ചിലപ്പോൾ ഒക്കെ ആഗ്രഹിച്ച് പോകാറുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ ഒരാൾ നമ്മളങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് വെച്ചുണ്ടാക്കി ആരെങ്കിലും ഒക്കെ തരാൻ, നമ്മൾ വരുമ്പോൾ ഒരു വെള്ളം തരാൻ ഒരാൾ, അങ്ങനെയൊക്കെ ഒരു എൻ്റെ സ്വപ്നങ്ങൾ മാത്രമേ ഇരിക്കാൻ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെന്നെങ്കിലും കുഴങ്ങി വരുമ്പോൾ ഒരു വെള്ളം തരാനോ അല്ലെങ്കിൽ ആദ്യമൊന്നും എൻ്റെ ജീവിതത്തോട് എനിക്ക് സങ്കടം തോന്നാറില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ജീവിതത്തിന് ഓർക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരും. പക്ഷെ ഇതൊക്കെ നല്ലതിനല്ല. നമ്മളെ കളിയും ചിരിയും സന്തോഷവും എന്തെങ്കിലും മെച്യൂരിറ്റി ഒരു പക്കത്ത് നമുക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ കഷ്ടപ്പാട് ബാധ്യതകളും ചുറ്റുപാടുകളും കൊണ്ടാണ് നമ്മൾ ഏതായാലും മെച്യൂരിറ്റിയിൽ എത്തിയത് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം കൂടി പറന്ന് നടക്കുന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നു ചുറ്റുപാടുകൾക്കും ബാധ്യതകൾക്കും ഇടയിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ഇപ്പൊ ഇതിനൊക്കെ പോകുമ്പോൾ ഓരോരുത്തരും ഓരോ ചോദ്യം ചോദിക്കും. ഒന്നും മിണ്ടൂല. കാരണം ഓരോക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പിന്നെ ബാധ്യതകളും ചുറ്റുപാടുകളും എൻ്റെ ഇടയിൽ വട്ടം കറങ്ങിയ സമയത്ത് പറക്കുന്നത് കണ്ടിട്ട് ഞാനും ഒന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഞാൻ പറക്കുന്നത് കണ്ടിട്ട് ഓലൊന്നും ആഗ്രഹിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കുന്നത്. ക്ലാസ്സിൽ വരുമ്പോൾ ആകെ ഉള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ AC-ന്റെ തണുപ്പാണ്. അതുകൊണ്ട് പക്ഷെ തണുപ്പ് കുറവാണെങ്കിലും കുറച്ചൊരു തണുപ്പുണ്ട്. വല്ലാത്തൊരു തണുപ്പൊന്നും ഇവിടുത്തെ AC-ക്കില്ല കേട്ടോ. ഹാള് വലുതായതുകൊണ്ടായിരിക്കാം തണുപ്പ് കുറവാണ്. അതിന് വേണ്ടിയില്ല, അതെന്നാണ് കുറച്ച് ആശ്വാസം. പിന്നെന്ന് വെച്ചാൽ ഭയങ്കര ചിലവാട്ടോ. അപ്പോൾ സ്കൂള് പൂട്ടിയതിന് ശേഷം ഉച്ചക്ക് പോകുമ്പോൾ ഒരു വാങ്ങല്, പിന്നെ വേറൊരു ക്ലാസ്സുള്ളവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാട്ടോ. ആ പേടി എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാക്കണേ നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മക്കൾക്ക് വാങ്ങിയിട്ട് എന്തൊരു ചിലവാണ് മക്കൾ വീട്ടിൽ പണ്ടെല്ലാം കൊണ്ട് അവർക്ക് പലഹാരമായിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും പൊരികളായിട്ടും കരികളായിട്ടും ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ വന്നത് ഉണ്ടാക്കണം ഓമശ്ശേരി നമ്മളെ കരിമുരികൾ ഉണ്ടാകില്ല. മറ്റേ കരിമുരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങൽ കേട്ടോ. ഇത് ഓയിലിൽ പൊരിച്ചോ വെളിച്ചെണ്ണ പൊരിച്ചോ അതൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മളെ ഓമശ്ശേരിയാണ് ഇത് വരുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ വന്നിട്ട് ഈ ചിപ്സ് സംഭവങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ. മക്കൾക്ക് ഇഷ്ടമായിട്ടത്. അപ്പോൾ കറുമുറ അതേമാതിരി ക്ലാസ്സിൽ പോകുമ്പോൾ അവർക്കും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങാറുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ സ്ഥിരം ഇവിടെ എല്ലാ ഐറ്റംസും സാധനങ്ങളും ഇവിടെ കാണാം കേട്ടോ. അതാക്കണ്ട വർത്തായൊക്കെ കുറേ ഉണ്ട്. ഗൾഫുകാരൊക്കെ ഒരുവിധം നല്ല ചൂടോടൊക്കെ കിട്ടുകയും ചെയ്യും. അതാണ് കേട്ടോ നമുക്ക് പൂളപ്പൊരി ആയാലും ഇതൊക്കെ നമുക്ക് നമ്മളെ വർത്തായി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ചൂടോടൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. ഇത് നമ്മൾ താഴെ ഓമശ്ശേരി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് എത്തേണ്ട അതിൻ്റെ മുമ്പായിട്ടുള്ള ഒരു ഗോൾഡ് കട ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് കയറ്റാട്ടോ വരുന്നത്. ഇതാക്കണം ഇവിടുന്ന് അവിടുന്ന് നമ്മൾ ആ കൊടുവള്ളി താമശ്ശേരിക്ക് പോകുന്നത് താമശ്ശേരി ഭാഗത്താട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. അങ്ങനെ ഏതായാലും അവിടുന്ന് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആയാലും സമൂസയൊക്കെ കഴിച്ചിട്ട് ഒരു സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ. പക്ഷെ ഒരു രസവും ഇല്ല കേട്ടോ. സമൂസൻ്റെ ഉള്ളിലെ മസാലയൊക്കെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളിലും നല്ല മസാല ഇതുണ്ടാക്കിയായിരുന്നു. പുതിയോണ്ട് കഴിച്ചതായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ കൂടി ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ നമ്മൾ പൈപ്പിക്കങ്ങൾ കണ്ടില്ലേ, അത് ഏതാനും അതിൽ ഒന്ന് പൈത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാനും ചെത്തിയിട്ടുണ്ട്. അങ്ങനെ മാങ്ങ കൊണ്ട് നടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എറിഞ്ഞോടിയിട്ട് ഞാൻ തിന്നോളുന്നുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കേട്ടോ. ബൈ.